ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വായിക്കാനിടയായ ഒരു സൈക്കോളജി തിയറിയെ പറ്റി നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസിൻ്റെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണിത്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, അതായത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഓരോ ഇൻഡിവിജ്വലിലും 5 തരം നീഡ്സ് ആണുള്ളത്. അപ്പോൾ ഈ നീഡ്സ് എല്ലാം മീറ്റ് ആവുന്ന ഒരു ഇൻഡിവിജ്വലാണ് ശരിക്കും നല്ലൊരു സിറ്റിസണായിട്ടും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരമുള്ള ഒരു വ്യക്തിയായിട്ട് വളരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ ഈ നീഡ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്നുള്ള നീഡ്സ്. അത് കഴിയുമ്പോൾ സേഫ്റ്റി, വീട്ടിലെ സേഫ്റ്റി, അല്ലെങ്കിൽ നമ്മുടെ ജോബ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ലവ് ആൻഡ് ബിലോങ്ങിങ്, നമ്മൾ സ്നേഹിക്കപ്പെടണം എന്നുള്ളൊരു നീഡ്. പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയുടെ സ്നേഹം കിട്ടി വളരുന്ന മക്കൾ, അങ്ങനെ ഉള്ള ഒരു നീഡ്. പിന്നെ അത് കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽസ്, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റുകയും അത് ഡെവലപ്പായി വരുന്ന ഒരു ആ നീഡ്. അത് കഴിയുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് സെൽഫ് വർത്ത്, നമ്മൾ ടു ബി അറ്റ് അവർ ബെസ്റ്റ് എന്നൊക്കെ പറയില്ല, നമ്മുടെ ഒരു നല്ലൊരു റിയലൈസേഷൻ, നമ്മളെന്തായി, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ നമുക്കൊന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഇല്ലാണ്ട് ആയിരിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അത് ആ സെൽഫ് ആക്ച്വലൈസേഷൻ, ഇതെല്ലാം മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ വളർത്തുമ്പോഴും നമ്മൾ ഈ ബേസിക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്ത് നല്ലൊരു സാഹചര്യത്തിൽ വളർത്താനുള്ളൊരു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ വരികയാണെങ്കിൽ നമ്മളത് നീഡ് മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡെവലപ്മെൻറ്റിലോട്ടുള്ള ഒരു പാത്തിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇപ്പോഴത്തെ പാരൻ്റ്, അല്ലെങ്കിൽ നമ്മൾ ചില പാരൻസ് കാണാം കുട്ടി കരയാണ്ടിരിക്കാനും പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ അല്ലേ. പക്ഷേ ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ വർത്ത് അല്ലെങ്കിൽ വില മനസ്സിലാകാതെ ഉള്ള ഒരു വളർച്ചയിലൊരു കാര്യമില്ല. കുട്ടി അതിൻ്റെ ഓരോന്നിൻ്റെ വില അറിഞ്ഞും കഷ്ടപ്പാടിൻ്റെ വില അറിഞ്ഞും വളരുന്ന ഒരു കുട്ടിയായിരിക്കും നല്ലൊരു അവരുടെ തന്നെ ഫുൾ പൊട്ടൻഷ്യലിലോട്ട് എത്തുക. പക്ഷേ എന്നാൽ ഒരു സ്ട്രിക്ട്നെസ്, അല്ലെങ്കിൽ വളരെയധികം ചീത്തവാക്കുകൾ കേട്ടും കുത്തുവാക്കുകൾ കേട്ടും വളരുന്ന കുട്ടിയിൽ ഈ സേഫ്റ്റിയുടെ ഒരു നീഡ് കുറയും. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. പക്ഷേ എന്നാൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ സ്ട്രിക്റ്റ് ആവുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാലൻസ് എപ്പോഴും ഒരു പാരൻ്റ് എന്നതിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. എങ്കിലാണ് അതൊരു ഫുൾ പൊട്ടൻഷ്യലുള്ള ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ.